ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് KSR പാർട്ട് 1 ചാപ്റ്റർ 1 പ്രീവിയസ് ചോദ്യങ്ങളാണ്. KSR പാർട്ട് 1 ചാപ്റ്റർ 1 ജനറൽ സ്കോപ്പ് അല്ലേ, അതിൽ 1 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ്. ആ ആർട്ടിക്കിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ആ ചാപ്റ്ററിലെ മുൻവർഷ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ empowers state governments to pass acts and make rules for the service conditions of the state government employees? സംസ്ഥാന ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതിന് സംസ്ഥാന സർക്കാരുകളെ, അതായത് അവരുടെ സേവന വേതന വ്യവസ്ഥകൾ തീരുമാനിക്കുന്ന ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുകയും ചട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരുകളെ അധികാരപ്പെടുത്തുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അതായത് KSR ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? അല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് ആക്ട് പാസ്സാക്കിയത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? അങ്ങനെ ചോദിക്കും. A 307, B 308, C 309, D 310. ഏതാണ് ശരി ഉത്തരം? ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആൻസർ 309 ആണ് അല്ലേ? ഭരണഘടനയുടെ 309 ആർട്ടിക്കിൾ പ്രകാരമാണ് KSR ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ശരി ഉത്തരം C 309 ആണ്. അടുത്ത ചോദ്യം: വിച്ച് ആക്ട് ഗവേൺസ് ദ സർവീസ് കണ്ടീഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ്? ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്ന, തീരുമാനിക്കുന്ന, അല്ലെ ഗവേൺ ചെയ്യുന്ന നിയമം ഏതാണ്? A ദ കേരള പബ്ലിക് സർവീസസ് ആക്ട് 1959, B ദ കേരള പബ്ലിക് സർവീസ് ആക്ട് 1956, C ദ കേരള പബ്ലിക് സർവീസ് ആക്ട് 1958, D സെയിം ആക്ട് 1968. ഇതിലേതാണ്? ഏത് ആക്ടാണ് സംസ്ഥാന ജീവനക്കാർക്ക് KSRും KSNSSRും ഒക്കെ അതിന് സപ്പോർട്ടീവായിട്ടുള്ള ആക്ട് ഏതാണ്? ആദ്യം റൂൾസ് ആണ് ഇഷ്യൂ ചെയ്തത്, പിന്നീട് ആ ആക്ട് പാസ്സാക്കിയത് 1968 പബ്ലിക് സർവീസ് ആക്ട് ആണ് അല്ലേ? ഡി ആണ് ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഡി ആണ്. അടുത്തത്: ദ ആക്ട് നമ്പർ ഓഫ് ദ കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. 1968 പബ്ലിക് സർവീസ് ആക്ട് നമ്പർ എത്രയാണ്? A 19 1968, B 18 of 1968, C 17 of 1968, D 16. ഏതാണ് ശരി ഉത്തരം? ക്ലാസ്സിൽ കേട്ടവർക്ക് നമ്മൾ മനസ്സിൽ വന്നു കാണും ആൻസർ ഒക്കെ. A ആണ് ശരി ഉത്തരം അല്ലേ? 19 of 1968 ആണ്. അടുത്ത ചോദ്യം: കേരള സർവീസ് റൂൾസ് എത്ര പാർട്ടുകളായി വിഭജിച്ചിരിക്കുന്നു? KSR എത്ര പാർട്ടുകളാണ്? KSR 2 വോളിയംസ് ആണ് അല്ലേ? വോളിയം 1 എന്നും വോളിയം 2 എന്നും 2 വോളിയംസ് ഉണ്ട്. അതിൽ പാർട്ട് 1 തന്നെ, വോളിയം 1 തന്നെ 2 പാർട്ടുകളുണ്ട്. പാർട്ട് 1 എന്നും പാർട്ട് 2 എന്നും അങ്ങനെ 2 പാർട്ടുകളായി തിരിച്ചിട്ടുണ്ട്. പിന്നെ വോളിയം 2 മൂന്നാമത്തെ പാർട്ടാണ്. അപ്പൊ എത്ര പാർട്ടുകളുണ്ട് KSR? 1 2 3 4 3 ആണ് അല്ലേ? ശരി ഉത്തരം C 3 ശരി ഉത്തരം. അടുത്തത്: റൂൾസ് ഇൻ പാർട്ട് 1 and 2 ഓഫ് KSR ടേക്ക് ഇഫക്റ്റ് ഫ്രം. അതായത് പാർട്ട് 1ലെയും 2ലെയും ചട്ടങ്ങൾ ഏത് തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്? പാർട്ട് 1ലെയും 2ലെയും ചട്ടങ്ങൾ A 1/11/1959, സോറി 58, B 1/11/59, C 1/11/56, D 10/11/59. ഏത് റൂളിലാണ് ഡേറ്റ് ഓഫ് ഇഫക്റ്റ് പറയുന്നത്? റൂൾ 1 എടുത്ത് വായിച്ചു നോക്ക്. KSR പാർട്ട് 1 ചാപ്റ്റർ 1 ജനറൽ സ്കോപ്പിൽ റൂൾ 1 റൂൾ 1: KSR പാർട്ട് 1 and 2 shall be deemed to have come into force on 1st November 1959 അല്ലേ? 1/11/1959 പാർട്ട് 1 2 ചട്ടങ്ങൾ നിലവിൽ വരുന്നത്. ബി ആണ് ശരി ഉത്തരം. റൂൾ 1 പാർട്ട് 1 KSR. അതുപോലെ KSR ഏത് തീയതിയിലാണ് നിലവിൽ വന്നത്? ദ റൂൾസ് ഇൻ കേരള സർവീസ് റൂൾസ് കെയിം ഇൻ ടു ഫോഴ്സ്. പാർട്ടൊന്നും പറയുന്നില്ല. കേരള സർവീസ് റൂൾസ് എന്നാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിച്ചാലും ശരി ഉത്തരം 1st November 1959 തന്നെയാണ് കേട്ടോ. 1/11/1959 ആണ്. രണ്ടിന്റെ ഉത്തരവ് തന്നെയാണ്. പാർട്ട് 1 2 അതേ തീയതിയിലാണ്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, സോറി 6th one. The rules in part 3 of KSR have the retrospective effect from. പാർട്ട് 3 റൂൾസ് അറിയാമല്ലോ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ റൂൾസ് ആണ്. അതിന് മുൻകാല പ്രാബല്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് റൂൾ 1 പറയുന്നുണ്ട്. ഏത് തീയതി മുതലാണ് പാർട്ട് 3 ഓപ്പറേറ്റീവ് ആയത്? A 1/11/56, B 10/11/56, C 1/11/59, D 12/11/56. ഏതാണ് ശരി ഉത്തരം? പാർട്ട് 3 റൂൾസ്, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ റൂൾസ് നിലവിൽ വന്നത് റൂൾ 1 വായിച്ചു നോക്ക്.
and those in part 3 shall be deemed to have come into force 1st November 1956 ആണ് അല്ലേ? ഓർത്തിരിക്കണം. 1/11/1956 മുതലാണ് പാർട്ട് 3 ഓപ്പറേറ്റീവ് ആയത്, നിലവിൽ വന്നത്. എ ആണ് ശരി ഉത്തരം. റൈറ്റ്. അടുത്ത ചോദ്യം, ദ സിംപ്ലിഫൈഡ് പെൻഷൻ റൂൾസ്. ഇപ്പോഴുള്ള പെൻഷൻ റൂൾസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സിംപ്ലിഫൈഡ് പെൻഷൻ റൂൾസ് എന്ന് അറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ നിലവിലുള്ള നമുക്ക് പഠിക്കാനുള്ള വോളിയം 2 പാർട്ട് 3 റൂൾസ് സിംപ്ലിഫൈഡ് അല്ലെങ്കിൽ മോഡിഫൈഡ് റൂൾസ് ആണ്. അതിന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. എ 1/11/56, ബി 14/11/66, സി 14/11/68, ഡി 10/11/66. അതേ തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നത് ബി ആണ് ശരി ഉത്തരം. 14th November 1966 ആണ് അല്ലേ? 14/11/1966 മുതലാണ് നിലവിൽ വന്നത്. ഓർത്തിരിക്കണം. ആൻസറൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? അവർക്ക് ആൻസർ വന്നേക്കാം. അടുത്ത ചോദ്യം, ന്യൂ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം അണ്ടർ NPS. കേരളത്തിലെ NPS പ്രകാരം പുതിയ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം എന്നാണ് നടപ്പിലായത്? NPS പ്രകാരം എ 1/4/2013, ബി 31/3/2013, സി 1/4/2014, ഡി 1/4/2015. ഏതാണ് ശരി ഉത്തരം? എ 1/4/2013 അല്ലേ? 1/4/2013 മുതലാണ് കേരളത്തിൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം നടപ്പിലാക്കിയത്. റൈറ്റ്. അടുത്ത ചോദ്യം 9, ദ റൂൾസ് ഇൻ പാർട്ട് 3. പാർട്ട് 3 റൂൾസ് എന്ന് പറഞ്ഞാൽ ഏത് റൂൾസ് ആണ്? പെൻഷൻ റൂൾസ് ആണ് അല്ലേ? ഓഫ് കേരള സർവീസ് റൂൾസ് ആർ നോട്ട് ആപ്ലിക്കബിൾ ടു. താഴെ പറഞ്ഞ ആർക്കാണ് പാർട്ട് 3 പെൻഷൻ റൂൾസ് ആപ്ലിക്കബിൾ അല്ലാത്തത്, ബാധകമല്ലാത്തത് ആർക്കാണ്? എ പാർട്ട് ടൈം കണ്ടിൻജന്റ് എംപ്ലോയീസ്, പാർട്ട് ടൈം കണ്ടിൻജന്റ് ജീവനക്കാർ. ബി പേഴ്സൺസ് ടെമ്പറലി അപ്പോയിന്റഡ് ത്രൂ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികമായി നിയമിക്കപ്പെട്ടവർ. സി പേഴ്സൺസ് അപ്പോയിന്റഡ് ടു റെഗുലർ സർവീസ് ഓണർ ആഫ്റ്റർ 1/4/2013 വന്നത്. ഡി ഓൾ ദി അബോവ്. എ ബി ആൻഡ് സി അബോവ്. ഇതിലേതാണ് ശരി ഉത്തരം? ഈ 3 വിഭാഗം ഓഫീസേഴ്സിനും 3 ഉത്തരവും ശരിയല്ലേ? പാർട്ട് ടൈം കണ്ടിന്റ് എംപ്ലോയീസിന് കേസർ ആപ്ലിക്കബിൾ അല്ല ഒന്നും തന്നെ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികമായി നിയമിക്കപ്പെടുന്നവർക്കും കേസർ ഒന്നും ആപ്ലിക്കബിൾ അല്ല. 1/4/2013 അതിനുശേഷമോ പുതുതായി സർവീസ് വന്ന റെഗുലർ സർവീസിൽ വന്നവർക്കും പാർട്ട് 3 പെൻഷൻ റൂൾസ് ബാധകമല്ല. അപ്പൊ എ ബി സി വിഭാഗം ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും തന്നെ ബാധകമല്ല. ഡി ആണ് ശരി ഉത്തരം. എ ബി ആൻഡ് സി അബോവ് ഓർ ഓൾ ദി അബോവ്. മുകളിൽ പറഞ്ഞ ആർക്കും തന്നെ ബാധകമല്ല. ശരിയല്ലേ? അടുത്തൊരു ചോദ്യം യഥാർത്ഥത്തിൽ ചാപ്റ്റർ 2 ചോദ്യമാണ്. ദ ലിസ്റ്റ് ഓഫ് ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഷോൺ ഇൻ. വകുപ്പ് മേധാവിയുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആൻസർ എ ആണ്. അപ്പൻഡിക്സ് 2 ആണ് കേട്ടോ. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. അത് ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിക്കാനുണ്ട് അടുത്ത ചാപ്റ്ററിൽ. അടുത്ത 11ാമത്തെ ചോദ്യം, ഇഫ് ഇൻ എ ഡൗട്ട് അറൈസസ് ആസ് ടു വെദർ the rules in KSR would apply to any person, the matter will be decided by. അതായത് കേരള സർവീസ് റൂൾസിലെ ചട്ടങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് ബാധകമാക്കുന്നത് സംബന്ധിച്ചിട്ട് സംശയം ഉയരുകയാണെങ്കിൽ ആരാണ് അതിൽ തീരുമാനം എടുക്കുന്നത്? അത് ആർക്ക് റെഫർ ചെയ്യണം? അല്ലെ ആരുടെ തീരുമാനമാണ് ഫൈനൽ? എ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ബി ഗവൺമെന്റ്, സി അക്കൗണ്ടന്റ് ജനറൽ, ഡി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ആരാണ് അതിൽ തീരുമാനം എടുക്കുന്നത്? റൂൾ 4 ഒന്ന് വായിച്ചു നോക്ക്. റൂൾ 4 എന്താ പറഞ്ഞേക്കുന്നത്? ടെക്സ്റ്റിൽ പേജ് നമ്പർ 4. ഇഫ് ഇൻ എ ഡൗട്ട് അറൈസസ് ആസ് ടു വെദർ ദീസ് റൂൾസ് അപ്ലൈ ടു എനി പേഴ്സൺ, ദ മാറ്റർ ഷാൽ ബി റെഫേർഡ് ടു ദ ഗവൺമെന്റ് ആൻഡ് ദ ഡിസിഷൻ ഓഫ് ദ ഗവൺമെന്റ് ഷാൽ ബി ഫൈനൽ. അല്ലേ? സർക്കാർ തീരുമാനം അന്തിമമായിരിക്കും. സർക്കാരിന്റെ തീരുമാനത്തിന് വിടണം. ബി ആണ് ശരി ഉത്തരം. ഗവൺമെന്റ് ആണ് ആസ് പെർ റൂൾ 4. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, ഗവൺമെന്റും ഉണ്ട്. അപ്പോൾ ഗവൺമെന്റ് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയി അവൈൽഡ് ലീവ് വിത്തൗട്ട് അലവൻസസ് ഫോർ 6 months to treat his wife who was seriously injured in an accident. ഒരു അപകടത്തിൽ പരിക്ക് പറ്റിയ വൈഫിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ 6 മാസത്തേക്ക് LW എടുത്തു. ശമ്പളമില്ലാത്ത അവധി. ശമ്പളമില്ലാത്ത അവധിക്ക് ഒരു പ്രത്യേകത എന്താണ്? ആ ചോദ്യം കംപ്ലീറ്റ് വായിച്ചിട്ട് ഞാൻ പറയാം. ദർ വാസ് നോ എലിജിബിൾ ലീവ് അറ്റ് ഹിസ് ക്രെഡിറ്റ്. അദ്ദേഹത്തിന്റെ കണക്കിൽ അദ്ദേഹത്തിന് അർഹതയുള്ള എന്ന് പറയാൻ ലീവ് വിത്ത് അലവൻസ് ഇല്ലായിരുന്നു. ഹി വാസ് ഫിനാൻഷ്യലി ഇൻ എ ഡിഫിക്കൽട്ട് പൊസിഷൻ. സാമ്പത്തികമായി അദ്ദേഹം ബുദ്ധിമുട്ടിലുമായിരുന്നു. ഇൻ സച്ച് കേസസ്
ദ പീരീഡ് ഓഫ് LWA ക്യാൻ ബി കൗണ്ടഡ് ഫോർ ഇൻക്രിമെന്റ്സ് ബൈ. ഇങ്ങനെയുള്ള കേസിലൊക്കെ ഈ ശമ്പളമില്ലാത്ത അവധിക്കാലം ഇൻക്രിമെന്റ് കണക്കാക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? എന്താണ് LWA എടുത്താലുള്ള പ്രത്യേകത? എന്താണ് LWA? ശമ്പളമില്ലാത്ത അവധി നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത്? സാധാരണഗതിയിൽ നമുക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധിയൊന്നും ഇല്ലെങ്കിലാണ് സാധാരണ എടുക്കുന്നത്. എന്നാൽ ശമ്പളത്തോടു കൂടിയുള്ള അവധി ഉണ്ടായാലും എടുക്കാം, തടസ്സമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ശമ്പളമില്ലാത്ത അവധി വിത്തൗട്ട് MC എടുത്താൽ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടാതെ എടുത്താൽ, ഇറ്റ് വിൽ ബാഡ്ലി എഫക്ട് യുവർ സർവീസ്, യുവർ പെൻഷൻ, ഗ്രേഡ്, ഇൻക്രിമെന്റ്, സോ ആൻഡ് സോ. അതൊക്കെ അഫക്റ്റ് ചെയ്യും. ഇൻക്രിമെന്റ് ഒക്കെ നീണ്ടുപോകും. എന്നാൽ അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് എടുക്കുകയാണെങ്കിൽ അത്ര പ്രശ്നമൊന്നുമില്ല. ഇൻക്രിമെന്റ് ഒക്കെ ഡ്യൂ സമയത്തിന് തന്നെ കിട്ടും. ഇവിടുത്തെ ചോദ്യം, ഇത് ഈ ജീവനക്കാരൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലായിരുന്നു, അദ്ദേഹത്തിന് ഇത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതാണ് എടുത്തേക്കുന്നത്. നമുക്ക് എപ്പോഴാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് എടുക്കാൻ കഴിയുന്നത്? ഫോർ യുവർ ഓൺ ട്രീറ്റ്മെന്റ് ആണ്, അല്ലേ? ഫോർ അവർ ഓൺ ട്രീറ്റ്മെന്റ് വി ക്യാൻ ടേക്ക് LWA ഓൺ വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെന്റ് എടുക്കാം. ബട്ട് ഹിയർ ഇൻ ദ ക്വസ്റ്റ്യൻ ദ ലീവ് ഇസ് ടേക്കൺ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് വൈഫ്, സോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഈ ശമ്പളമില്ലാത്ത അവധിക്കാലം ഇൻക്രിമെന്റ് കണക്കാക്കുന്നതിന്, ഇൻക്രിമെന്റിനെ കൗണ്ട് ചെയ്യുന്നതിന് അല്ലെ കണക്കാക്കുന്നതിന് ആരെയാണ് ഈ ഉദ്യോഗസ്ഥൻ സമീപിക്കേണ്ടുന്നത്? ആർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടുന്നത്? A, the government. B, district collector. C, head of the department. D, head of office. ഇതിലേതാണ് ശരി ഉത്തരം? ആർക്കാണ് ഇതിനൊരു അനുമതി കൊടുക്കാനുള്ള അധികാരം? ഈ കാലം, അതായത് ശമ്പളമില്ലാത്ത അവധിക്കാലം ഇൻക്രിമെന്റ് കണക്കാക്കാം എന്ന് ഒരു ഉത്തരവ് വേണം. അതിനുള്ള അധികാരി ഗവൺമെന്റ് ആണ്. എ ആണ് ശരി ഉത്തരം. കാരണം ഇവിടെ ചട്ടങ്ങൾ റിലാക്സ് ചെയ്ത് കൊടുക്കണം, ചട്ടങ്ങൾ ഇളവ് ചെയ്ത് കൊടുക്കണം. ഓർ ഡിസ്പെൻസ് വിത്ത് ദ റൂൾസ്. ചട്ടങ്ങളിൽ ഇളവ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരം ദാറ്റ്സ് വെസ്റ്റഡ് വിത്ത് ഗവൺമെന്റ് ആണ്. ആസ് പെർ റൂൾ 7, ടെക്സ്റ്റിൽ പേജ് നമ്പർ 4, റൂൾ 7 എന്ന് നോക്കിക്കോളൂ. അവിടെയാണ് ചട്ടങ്ങളിൽ ഇളവ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരം ഗവൺമെന്റ് ഉണ്ടെന്ന് പറയുന്നത്. റൂൾ 7 വേർ ഗവൺമെന്റ് ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് the operation of any rule under this rule causes undue hardship in a particular case, the government may dispense with or relax the requirement of that rule എന്ന് പറയുന്നുണ്ട്. ഇവിടെ ചട്ടങ്ങൾ ഇളവ് ചെയ്ത് കൊടുക്കണം. സോ അത് സർക്കാരിനെയാണ് സമീപിക്കേണ്ടത്. അല്ലാതെ no other authority subordinate to government have the power to give relaxation. Next one, question 13. Clear ആണല്ലോ? KSR part 2 tier rules are applicable to, അതായത് പാർട്ട് 2 ആണല്ലോ യാത്രപ്പടി ചട്ടങ്ങൾ. അത് ആർക്കാണ് ബാധകം? എ, ദ ഹോൾ ടൈം എംപ്ലോയീസ് ഇൻ ഗവൺമെന്റ് സർവീസ്, സർക്കാർ സർവീസിലെ മുഴുവൻ സമയ ജീവനക്കാർക്ക്. ബി, ദ പാർട്ട് ടൈം കണ്ടിന്യൂ സ്റ്റാഫ്, പാർട്ട് ടൈം ജീവനക്കാർക്ക്. സി, വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാഫ്. സി, ഡി, ഡെയിലി വേജസ് സ്റ്റാഫ്. അതായത് യാത്രപ്പടി ചട്ടങ്ങൾ, ടിയർ റൂൾസ് കണ്ടിന്യൂ എംപ്ലോയീസിന് ബാധകമല്ല. ഒരു ചട്ടവും ബാധകമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്കൊക്കെ അത് പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും KSR ആപ്ലിക്കബിൾ അല്ല എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഫുൾ ടൈമിന് ചില കാര്യങ്ങളിലൊക്കെ KSR ബാധകമാക്കിയിട്ടുണ്ട്. വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാഫിന് ടിയർ റൂൾസ് ഒന്നും ആപ്ലിക്കബിൾ അല്ല, ഡെയിലി വേസിനും ആപ്ലിക്കബിൾ അല്ല. പിന്നെ ആർക്കാണ് ആപ്ലിക്കബിൾ? എവരി പേഴ്സൺ ഇൻ ദ ഹോൾ ടൈം എംപ്ലോയ്മെന്റ് ഓഫ് ദ ഗവൺമെന്റ്. പാർട്ട് 2 റൂൾ 2 പറയുന്നില്ലേ, ടെക്സ്റ്റിൽ പേജ് നമ്പർ 2, the rules in part 2 relating to TA shall apply to every person in the whole time appointment of the government in service. But what is the right answer? A, wide rule 2 അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14ാമത്തെ ചോദ്യം. KS and SSR മീൻസ്. എന്താണ് KS and SSR ഫുൾ ഫോം? ഒന്ന് വായിച്ചു നോക്കട്ടെ, ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് വെക്ക്. KS and SSR ഫുൾ ഫോം എന്താണ്? ABCD കൊടുത്തിട്ടുണ്ടല്ലോ. യെസ്, കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് ആണ് KS and SSR. കേരള സ്റ്റേറ്റ് KS, SS സബോർഡിനേറ്റ് സർവീസ് റൂൾസ്. ഏത് വർഷത്തെയാണ് ഈ ചട്ടം? 1958 അതും ചോദിച്ചേക്കാം. എന്നാൽ KSR ഏത് വർഷത്തെയാണ്? 1959 അല്ലേ KSR. നെക്സ്റ്റ് വൺ, 15ാമത്തെ ചോദ്യം. Powers that cannot be delegated to other offices. സർക്കാർ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങളിലെ മറ്റുദ്യോഗസ്ഥന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത പവേഴ്സ് ഏതാണ് ഇതിൽ താഴെ പറയുന്നതിൽ? എ, പവർ ടു മേക്ക് റൂൾസ്, ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം. ബി, പവർ ടു പെർമിറ്റ് ആൻ ഓഫീസർ ഓൺ ഫോറിൻ സർവീസ് to receive pension or gratuity from the foreign employer
ഫോറിൻ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഫോറിൻ എംപ്ലോയറുടെ കയ്യിൽ നിന്നും പെൻഷൻ അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി വാങ്ങുന്നതിന് അനുവാദം നൽകുന്നത്. സി, ദ പവർ ടു ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ് റെന്റ് ഓഫ് ദ ബിൽഡിംഗ്സ്. ഡി, ഓൾ ദ എബോവ്. അത് നമ്മൾ ഏത് റൂളിലാണ് പഠിച്ചത്? അതായത് ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ഇറ്റ്സ് എക്സെപ്ഷൻസ്. റൂൾ 9 ആണ് അല്ലേ? സ്പെഷ്യൽ പേ നമ്പർ 5. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ABC അത് 3ഉം 9ന്റെ താഴെയുള്ള ATF വരുന്നതാണ്. അപ്പോൾ അത് 3 ശരി ഉത്തരമാണ്. സോ ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഡി ആണ് അല്ലേ? അതായത് പവർ ടു മേക്ക് റൂൾസ് ഗവൺമെന്റിന്റെ അധികാരമാണ്. പവർ ടു പെർമിറ്റ് ആൻ ഓഫീസർ ഓൺ ഫോറിൻ സർവീസ് ടു റിസീവ് പെൻഷൻ ഓർ ഗ്രാറ്റുവിറ്റി ഫ്രം ഫോറിൻ എംപ്ലോയർ ഗവൺമെന്റ് അധികാരമാണ്. പവർ ടു ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ് റെന്റ് ഓഫ് ദ ബിൽഡിംഗ്സ് സർക്കാർ അധികാരമല്ലേ? ആണ്. അതുപോലെ പവർ ടു റെഗുലേറ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ദ ഗ്രാന്റ് ഓഫ് കോമ്പൻസേറ്ററി അലവൻസസ് അതാർക്കുള്ള അധികാരമാണ്? പവർ ടു റെഗുലേറ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ദ ഗ്രാന്റ് ഓഫ് കോമ്പൻസേറ്ററി അലവൻസുകൾ, അതായത് കോമ്പൻസേറ്ററി അലവൻസുകൾ അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ, നിബന്ധനകൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? എ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ബി, ഗവൺമെന്റ്. സി, അക്കൗണ്ടന്റ് ജനറൽ. ഡി, മിനിസ്ട്രി ഓഫ് ദ സ്റ്റേറ്റ്. ഗവൺമെന്റ് ആണത്. അതും റൂൾ 9 പറയുന്നതല്ലേ? അതുപോലെ പെൻഷൻ കോൺട്രിബ്യൂഷൻ, ലീവ് കോൺട്രിബ്യൂഷൻ, റെമിഷൻ കൊടുക്കാനുള്ള അധികാരവും ഗവൺമെന്റിനാണ്. അതെല്ലാം റൂൾ 9 പറയുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് വൺ. അടുത്ത എത്രാമത്തെ ചോദ്യം? 16ാമത്തെ ചോദ്യം. ദ അതോറിറ്റി ടു ഇന്റർപ്രറ്റ് റൂൾസ് ഇൻ കേസ് ഓഫ് ഡൗട്ട്. ഡൗട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇഫ് ഇൻ എ ഡൗട്ട് അറൈസസ്, ചട്ടങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ചോയ്സ്. എ, ദ ഹെഡ് ഓഫ് ദ ഓഫീസ്, head of office. B, the government. C, head of the department. D, accountant general. ആർക്കാണ് അധികാരം? ചട്ടങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുള്ള അധികാരം സംശയം ഉണ്ടായാല് റൂൾ 11 വായിച്ചു നോക്ക്. ടെക്സ്റ്റിൽ പേജ് നമ്പർ 6. The government reserved themselves the power to modify the rules as may time seem expedient and to interpret them also. അല്ലേ? ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരവും ഗവൺമെന്റിനാണ്. ചട്ടങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരം ആര് നിഷിദ്ധമാണ്? സർക്കാർ നിഷിദ്ധമാണ്. ബി ആണ് ശരി ഉത്തരം. 17ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പവേഴ്സ് ഇസ് നോട്ട് റിസർവ്ഡ് ബൈ ഗവൺമെന്റ്? താഴെ പറഞ്ഞ അധികാരങ്ങളിൽ സർക്കാർ റിസർവ് ചെയ്തിട്ടില്ലാത്ത അധികാരം ഏതാണ്? എ, പവർ ടു മേക്ക്, മോഡിഫൈ ആൻഡ് ഇന്റർപ്രറ്റ് റൂൾസ്. ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതാരാണ്? അത് ഗവൺമെന്റ് ആണ്. മോഡിഫൈ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. റൂൾ 9, 11 നമ്മൾ പറഞ്ഞു. ഇത് റിസർവ് ചെയ്തിരിക്കുകയാണ്. ചോദ്യം എന്താണ്? നോട്ട് റിസർവ്ഡ് ആണ്. നോക്കിക്കോണം, ചോദ്യം ശ്രദ്ധിച്ചോണം. അതായത് താഴെ പറയുന്നതിൽ ഏത് അധികാരമാണ് സർക്കാർ റിസർവ് ചെയ്തിട്ടില്ലാത്തത് എന്നോട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? ബി, പവർ ടു സെൻഡ് ആൻ എംപ്ലോയി ഓൺ ഫോറിൻ സർവീസ്. ഒരു ഉദ്യോഗസ്ഥനെ ഫോറിൻ സർവീസിലേക്ക് അയക്കുന്നുള്ള അധികാരം, ഡെപ്യൂട്ടേഷൻ ഫോറിൻ സർവീസ് ഒക്കെ. സി, കൺഫർമേഷൻ ഇറ്റ് ഒഫീഷ്യറ്റിംഗ് എംപ്ലോയി. ഒരു ഒഫീഷ്യറ്റിംഗ് എംപ്ലോയിക്ക് കൺഫർമേഷൻ കൊടുക്കുന്നുള്ള അധികാരം അതും ആർക്കാണ്? അടുത്തത് പവർ ടു ഡിസ്പെൻസ് ഓഫ് ദ റിലാക്സ്ഡ് റൂൾസ്. ഇതിൽ 3 അധികാരങ്ങൾ സർക്കാരിൽ നിക്ഷിപ്തമാണ്. എന്നാൽ ഒരധികാരം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് താഴെയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് പ്രയോഗിക്കാൻ, ഇമ്പോസ് ചെയ്യാൻ. ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം ആദ്യം എ പറഞ്ഞത് ഗവൺമെന്റ് റിസർവ്ഡ് ആണ്. ബിയും റിസർവ്ഡ് ആണ്. ഫോറിൻ സർവീസിൽ അയക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. അതുപോലെ ചട്ടങ്ങൾ റിലാക്സ് ചെയ്യുന്നത്, ഡിസ്പെൻസ് ചെയ്യുന്നതും ഗവൺമെന്റ് അല്ലേ? അപ്പൊ അത് 3 ശരി ഉത്തരമല്ല. എന്നാൽ കൺഫർമേഷൻ കൊടുക്കാനുള്ള അധികാരം, കൺഫർമേഷൻ സ്ഥിരപ്പെടുത്തൽ എന്ന് പറയും. അത് നമ്മൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു നടപടിക്രമമാണ്. അതിനെക്കുറിച്ച് അടുത്ത ചാപ്റ്റർ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. കൺഫർമേഷൻ കൊടുക്കുന്നത് അതാത് ഡിപ്പാർട്ട്മെന്റ് ആണ്, അപ്പോയിന്റിങ് അതോറിറ്റിയാണ്. അത് നമ്മൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം, അതിനുശേഷം സ്ഥിരപ്പെടുത്തുക എന്ന് പറയും. കൺഫർമേഷൻ KSRSR പറയുന്നുണ്ട്. ഇപ്പം അങ്ങനെ കൊടുക്കാറില്ല അങ്ങനെ. പക്ഷെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. ഇത് സർക്കാരല്ല കൊടുക്കേണ്ടത്, അതായത് നിയമന അധികാരി തന്നെയാണ് കേട്ടോ. സ്ഥിരപ്പെടുത്തൽ. നെക്സ്റ്റ് വൺ 18. ഹു റിസർവ്സ് ദ പവർ ടു മോഡിഫൈ ദ കേരള സർവീസ് റൂൾസ്? ചട്ടങ്ങൾ മോഡിഫൈ എന്നുള്ള അധികാരം ആർക്കാണ്? എ, ദ ഗവർണർ ഓഫ് കേരള. ബി, ദ ഗവൺമെന്റ് ഓഫ് കേരള. സി, ദ സെൻട്രൽ ഗവൺമെന്റ്. ഡി, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആർക്കാണ് ചട്ടങ്ങൾ
മോഡിഫൈ ചെയ്യാനുള്ള അധികാരം റൂൾ 11 വായിക്കാമല്ലോ. റൂൾ 11 പ്രകാരം the government reserved to themselves the power. The government reserves to themselves the power to modify the rules. അല്ലേ? ചട്ടങ്ങൾ മോഡിഫൈ ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. ശരി ഉത്തരം കേരള ഗവൺമെന്റ് ആണ്. റൂൾ 11 അല്ലേ ഞാൻ വായിച്ചത്? യെസ്, ക്ലിയർ ആണല്ലോ. അടുത്തത് ഒരു സെക്കൻഡ്. അടുത്ത 19ാമത്തെ ചോദ്യം. An officer's claim to pay and allowances is regulated by the rules in force. ഒരു ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിനും ബത്തയ്ക്കുമുള്ള ക്ലെയിംസ് എപ്രകാരമുള്ള ചട്ടങ്ങൾ, ഏത് ചട്ടങ്ങൾ പ്രകാരം റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് റൂൾ 11 താഴെ ഒരു റൂളിങ്ങിലാണ്. ടെക്സ്റ്റ് നോക്കിയിട്ട് ഉത്തരം പറയാം. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ശമ്പളവും ബത്തയ്ക്കുള്ള അവകാശവാദം എപ്രകാരമുള്ള ചട്ടങ്ങളാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ബൈ ദ റൂൾസ് ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ പേ ആൻഡ് അലവൻസ് ആർ ഏൺഡ്. ശമ്പളവും ബത്തുകളും ആയത് ആർജിക്കുന്ന സമയത്ത്, ഏൺ ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരം നിയന്ത്രിക്കപ്പെടുന്നു. ബി ബൈ ദ റൂൾസ് അറ്റ് ദ ടൈം വെൻ ദ ബിൽസ് ആർ പ്രിപ്പയർഡ് ആൻഡ് സബ്മിറ്റഡ്. ബില്ല് തയ്യാറാക്കി സമർപ്പിക്കുന്ന സമയത്തുള്ള ചട്ടം. സി ബൈ ദ റൂൾസ് അറ്റ് ദ ടൈം വെൻ പേ ആൻഡ് അലവൻസ് ആർ ക്ലെയിംഡ്. ഡി നൺ ഓഫ് ദി അബോവ്. ആ റൂളിങ്ങിന്റെ ഫസ്റ്റ് സെന്റൻസ് എന്താണ്? ടെക്സ്റ്റിൽ പേ നമ്പർ 6 an officer's claim to pay and allowances is regulated by the rules in force at the time in respect of which the pay and allowances are earned. ശമ്പളവും ബത്തുകളും ആയത് ആർജിക്കുന്ന സമയത്ത് നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരമാണ് നിയന്ത്രിക്കപ്പെടുന്നത്. സോ ദ റൈറ്റ് ആൻസർ എ ആണ്. ആസ് പെർ റൂളിംഗ് ബിലോ റൂൾ 11. ക്ലിയർ ഇറ്റ് ഈസ്, ഐ തിങ്ക്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 20 ഫ്രം ദ സെയിം റൂളിംഗ്. An officer's claim to leave is regulated by the rules in force. അവധിക്കുള്ള അവകാശവാദം എപ്രകാരമുള്ള ചട്ടങ്ങൾ പ്രകാരം നിയന്ത്രിക്കപ്പെടുന്നു, ഗവേൺ ചെയ്യപ്പെടുന്നു, അല്ലെ കൺട്രോൾ ചെയ്യപ്പെടുന്നു? ബൈ ദ റൂൾസ് അറ്റ് ദ ടൈം വിത്ത് ദ ലീവ് വാസ് ഏൺഡ് ആൻഡ് ക്രെഡിറ്റഡ്. അവധി നമ്മൾ സമ്പാദിച്ച് ആർജിച്ച് കണക്കിൽ വരവ് വെക്കുമ്പോൾ അപ്പോഴുള്ള റൂള്. ബി ബൈ ദ റൂൾസ് അറ്റ് ദ ടൈം വിത്ത് ദ ലീവ് ഈസ് അപ്ലൈഡ് ഫോർ ആൻഡ് ഗ്രാൻറ്റഡ്. ലീവിന് അപേക്ഷ കൊടുത്ത് അനുവദിക്കുന്ന സമയത്തുള്ള ചട്ടം. സി അറ്റ് ദ ടൈം വെൻ ദ ലീവ് ആപ്ലിക്കേഷൻ ഇസ് റിസീവ്ഡ്. അതും ആ റൂളിങ്ങിന്റെ സെക്കൻഡ് സെന്റൻസ് തുടങ്ങുന്നത് അങ്ങനെയല്ലേ? സെമിക്കോളൻ ഇട്ടിരിക്കുകയാണ്, ഒരു സെന്റൻസ് തന്നെയാണ്. ടു ലീവ് ബൈ ദ റൂൾസ് ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം ദ ലീവ് ഈസ് അപ്ലൈഡ് ഫോർ ആൻഡ് ഗ്രാൻറ്റഡ്. അവധിക്ക് അപേക്ഷ കൊടുത്ത് അനുവദിക്കുന്ന സമയത്തുള്ള ചട്ടമാണ്. സോ ബി ആണ് ശരി ഉത്തരം. സെയിം റൂളിംഗ് തന്നെയാണ്, മോളി പറഞ്ഞ റൂളിംഗ് ആണ്. നെക്സ്റ്റ് വൺ, an officer's claim to pension is regulated by the rules in force at the time. പെൻഷനുള്ള അവകാശവാദം എപ്പോൾ നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരമാണ് നിയന്ത്രിക്കപ്പെടുന്നത്? അല്ലെ ക്രമീകരിക്കപ്പെടുന്നത്? when an officer resigns by the rules in force at the time, when the officer resigns or is discharged from the service of the state. B by the rules at the time when pension is sanctioned. C by the rules at the time when AGM issues authorization for pension. ഇതും ആ റൂളിങ്ങിന്റെ ലാസ്റ്റ് സെന്റൻസ് ആണ് അല്ലേ? ടു പെൻഷൻ ബൈ ദ റൂൾസ് ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം വെൻ ദ ഓഫീസർ റിസൈൻസ് ഓർ ഇസ് ഡിസ്ചാർജ്ഡ് ഫ്രം ദ സർവീസ് ഓഫ് ദ സ്റ്റേറ്റ്. അതല്ലേ ശരി ഉത്തരം? ആ റൂളിങ്ങിന്റെ ലാസ്റ്റ് സെന്റൻസ് അതല്ലേ? റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് കംസ് 22nd question. The power to interpret Kerala service rules is vested with. അതായത് ചട്ടങ്ങൾ വ്യാഖ്യാനിക്കുന്നുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? അല്ലെ ആരാണ് അത് റിസർവ് ചെയ്തിരിക്കുന്നത്? ചട്ടങ്ങൾ വ്യാഖ്യാനിക്കുന്നതിന്. സെയിം ക്വസ്റ്റ്യൻ ആണ്, ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്, ബട്ട് ചോയ്സസ് ഡിഫറെന്റ് ആണ്. ദ ഗവൺമെന്റ് ഇൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. ബി ദ മിനിസ്ട്രി ഓഫ് ദ സ്റ്റേറ്റ്, സംസ്ഥാനത്തിന്റെ മിനിസ്ട്രി. സി ദ ഗവൺമെന്റ് ഇൻ ലോ ഡിപ്പാർട്ട്മെന്റ്, നിയമവകുപ്പ്, സംസ്ഥാനത്തിന്റെ നിയമവകുപ്പ്. ഡി ദ ഗവൺമെന്റ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, സർക്കാരിന്റെ ധനകാര്യ വകുപ്പ്. ഇവിടെ ഗവൺമെന്റ് ഇല്ല, പിന്നെ ഡിപ്പാർട്ട്മെന്റുകൾ മിനിസ്ട്രി ആണുള്ളത്. മിനിസ്ട്രിയുടെ കാര്യം നമ്മൾ എങ്ങും തന്നെ കേസാരി പറഞ്ഞിട്ടില്ല, ഇവിടെ എങ്ങും പറയുന്നില്ല. ഒരിടത്ത് പറയുന്നുണ്ട്. ഗവൺമെന്റ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗവൺമെന്റ് ഇല്ലാത്തതുകൊണ്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ശരി ഉത്തരം അല്ലേ? നെക്സ്റ്റ് വൺ, whom among the following
കേരള സർവീസ് റൂൾസ് അപ്ലൈ ടു, താഴെ പറയുന്ന ആർക്കാണ് കേരള സർവീസ് റൂൾസ് ചട്ടങ്ങൾ ബാധകമായിട്ടുള്ളത്? ആർക്കാണ് ആപ്ലിക്കബിൾ? അതാ ചോദിച്ചിരിക്കുന്നത്. എ, ദ ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട് ഓഫ് കേരള, കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക്. ദ സബോർഡിനേറ്റ് കോർട്ട് ജഡ്ജസ്, ദ ചെയർമാൻ ഓഫ് ദ PSC, ദ പേഴ്സണൽ സ്റ്റാഫ് ഓഫ് മിനിസ്റ്റേഴ്സ്. ഇതിൽ ആർക്കാണ് KSR ബാധകം? ആപ്ലിക്കബിൾ ടു എ, ദ ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട് ഓഫ് കേരള. അവർക്ക് KSR ബാധകമാണോ? അല്ല. കേരള ഹൈക്കോടതി ജഡ്ജിമാർക്ക് KSR ആപ്ലിക്കബിൾ അല്ല. ചെയർമാൻ PSC ആപ്ലിക്കബിൾ അല്ല. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നേരിട്ട് നിയമിക്കപ്പെടുന്നവർ ആപ്ലിക്കബിൾ അല്ല. ഇതൊക്കെ നമ്മൾ റൂൾ 3-ൽ വളരെ വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ ഇപ്പോഴേ സൂചിപ്പിക്കുന്നു, ഇഫ് യു ഹാവിൻ വാച്ച് ദ ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സസ് യു മസ്റ്റ് വാച്ച് ഇറ്റ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ആ ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സുകൾ, ഈവൻ നമുക്ക് ഇരുന്ന് കേൾക്കാൻ സമയമില്ലെങ്കിലും ഓഡിയോ ഇട്ടേക്കുക, യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ ഇരിക്കുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ ജോലി ചെയ്യുമ്പോഴൊക്കെ തന്നെ whenever നമ്മൾ even when you are otherwise engaged, just listen to the video കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കേൾക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും ആൻസേഴ്സ് ഒക്കെ. ഇരുന്ന് കേൾക്കാൻ സമയമുള്ളവർ നല്ലതാണ്. അപ്പൊ ഇവിടെ സബോർഡിനേറ്റ് കോർട്ട് ജഡ്ജസിന് KSR ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അതുപോലെ തന്നെ ഏത് ടെസ്റ്റും നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ കോഡ് പഠിക്കുമ്പോഴും KFC അല്ലെ ബഡ്ജറ്റ് മാനുവൽ പഠിക്കുമ്പോഴും ഈ ടെക്സ്റ്റൽ ക്ലാസ്സുകളുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കോഡിൻ്റെ ഒക്കെ. അത് പുതിയ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫിനാൻഷ്യൽ കോഡിൻ്റെ ക്ലാസ്സുകൾ, ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സുകൾ ഒരു പ്രാവശ്യം ടെസ്റ്റ് വെച്ചൊന്ന് കേൾക്കണം. ടെസ്റ്റ് ഇല്ലെങ്കിൽ പോലും ഒന്ന് കേൾക്കുക. അതിനുശേഷം പ്രീവിയസ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് ചോദ്യങ്ങൾ കൂടെ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം മതിയാകും. ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സുകൾ ഒന്ന് കേട്ടതിന് ശേഷം. അതുപോലെ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ഇറ്റ് ടു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്സും അതിൻ്റെ റൂൾസും ഒക്കെ അങ്ങനെയാണ്. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. ഈ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ആർക്കാണ് പഠിക്കാനുള്ളത്? ഏതൊക്കെ പേപ്പറിൻ്റെ കൂടെയാണ്? അക്കൗണ്ടൻസ് ലോവറിൻ്റെയും ഹയറിൻ്റെയും ഇൻട്രൊഡക്ഷൻ്റെ കൂടെ വിത്ത് ബുക്കാണിത്. അതുപോലെ ഒരു കാര്യം ഇവിടെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചേക്കാം. അതായത് നമ്മൾ സിലബസിനെ കുറിച്ച് നല്ല ധാരണ വേണം. നമ്മുടെ ആപ്പിൽ തന്നെ ആദ്യത്തെ വീഡിയോ സിലബസ് ആണ്. സിലബസ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം ക്ലാസ്സിലേക്ക് കിടക്കാൻ. അപ്പോൾ അക്കൗണ്ട് കോഡ് വോളിയം 1 ലോവറിനും ഹയറിനും ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെന്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിന്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ അതിന്റെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ആദ്യം കേരള അക്കൗണ്ട് കോഡ് കേൾക്കണം, വോളിയം 1 കേൾക്കണം. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ കേൾക്കുന്നതാണ് നല്ലത്. ഈ പേപ്പറിന്റെ പ്രത്യേകത ഇൻട്രൊഡക്ഷൻ ബുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ അക്കൗണ്ട് കോഡ് വോളിയം 1 പരീക്ഷകളിൽ കൊണ്ടുപോകാം. കാരണം ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അക്കൗണ്ട് കോഡിലും ഉണ്ട്. അപ്പോൾ അക്കൗണ്ട് കോഡ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇൻട്രൊഡക്ഷൻ അക്കൗണ്ട് കോഡിലൂടെ നമുക്ക് പെട്ടെന്ന് ആ പേപ്പർ ജയിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഈ അക്കൗണ്ട് കോഡ് വോളിയം 1 അക്കൗണ്ടൻസി ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എഴുതുന്നവർ, അവരുടെ ആദ്യത്തെ പേപ്പർ നമുക്കറിയാം ഫിനാൻഷ്യൽ കോഡ് 2 വോളിയംസ് ഉണ്ട്. KBM കേരള ബഡ്ജറ്റ് മാനുവൽ ഉണ്ട്. പിന്നെ KAC വോളിയം 1 ആണ്, അക്കൗണ്ട് കോഡ് വോളിയം 1 ആണ്. അവരും ഈ അക്കൗണ്ട് കോഡ് വോളിയം 1 കാണേണ്ടതുണ്ട് കേട്ടോ. എക്സിക്യൂട്ടീവ് ടെസ്റ്റ് എഴുതുന്നവർക്ക് ഇൻട്രൊഡക്ഷൻ വേണ്ട, ആ പേപ്പർ ഇല്ലല്ലോ. പക്ഷെ അക്കൗണ്ട് കോഡ് വോളിയം 1 പഠിക്കണം. കാരണം ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബുക്സ് ഇൻ പേപ്പർ നമ്പർ 1 എക്സിക്യൂട്ടീവ് ടെസ്റ്റിന്റെ. അപ്പോൾ സിലബസ് നന്നായിട്ട് കേൾക്കണേ. അപ്പോൾ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം, നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഹൈക്കോടതി ജഡ്ജും സബോർഡിനേറ്റ് കോർട്ട് ജഡ്ജസ് അല്ലെ ഡിസ്ട്രിക്ട് ജഡ്ജസിനൊക്കെ ജുഡീഷ്യൽ അതർ മുൻസിഫ് മജിസ്ട്രേറ്റ്, ഇപ്പൊ അവർക്ക് സിവിൽ ജഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. മുൻസിഫ് മജിസ്ട്രേറ്റ് ഒക്കെ ഡെസിഗ്നേഷൻ മാറിയിട്ടുണ്ട് കേട്ടോ. സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ, സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മുൻസിഫ് മജിസ്ട്രേറ്റ് ഒക്കെ. യെസ്, whom among the following കേരള സർവീസ് റൂൾസ് ആർ നോട്ട് ആപ്ലിക്കബിൾ ടു? താഴെ പറഞ്ഞ ആർക്കാണ് KSR ആപ്ലിക്കബിൾ അല്ലാത്തത്? ചോദ്യം നന്നായിട്ട് വായിച്ചിട്ടേ ചോദ്യത്തിലേക്ക് കടക്കാമുള്ളൂ. ദോസ് അപ്പോയിന്റഡ് ബൈ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഓർ എഗ്രിമെന്റ്. സ്പെഷ്യൽ പ്രൊവിഷൻസ്, വിശേഷ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഒരു കരാർ അല്ലെ എഗ്രിമെന്റ് പ്രകാരം നിയമിക്കപ്പെട്ടവർ. ചോദ്യം എന്താണ്? ആർക്കാണ് KSR ആപ്ലിക്കബിൾ അല്ലാത്തത്? സ്പെഷ്യൽ പ്രൊവിഷൻസ്, വിശേഷ വ്യവസ്ഥകൾ അല്ലെ എഗ്രിമെന്റ് പ്രകാരം നിയമിക്കപ്പെട്ടവർ. B, those who are specially excluded by government by notification the gazette. അതായത് ഗവൺമെന്റ് തന്നെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി വിശേഷിച്ച് ഒഴിവാക്കപ്പെട്ടവർ. അതൊക്കെ നമ്മൾ റൂൾ 2-ൽ പഠിച്ചിട്ടുണ്ട്. റൂൾ 3-ൽ. റൂൾ 3-ലാണ് KSR ആർക്കൊക്കെ റൂൾസ് ആർക്കൊക്കെ ആപ്ലിക്കബിൾ അല്ലെന്ന് പറയുന്നത്. അങ്ങനെ ഒഴിവാക്കപ്പെട്ടവർക്ക് KSR ആപ്ലിക്കബിൾ ആണോ? അടുത്തത് C, ഓഫീസേഴ്സ് ഇൻ സർവീസ് ആസ് ഓൺ 31/10/56. 31/10/56 TC അല്ലെ മദ്രാസ് സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ and continued to be in the service of the government of Kerala and not opted for KSR or opted to KSR. KSR opt ചെയ്യാത്തവർ. D, all the above. അതായത് സ്പെഷ്യൽ പ്രൊവിഷൻസ് പ്രകാരം നിയമിക്കപ്പെടുന്നവർക്ക് ബാധകമല്ലല്ലോ. അപ്പോൾ അത് ശരി ഉത്തരമാണ്.
ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ഒഴിവാക്കപ്പെട്ടവർക്ക് KSR ആപ്ലിക്കബിൾ ആണോ? അല്ല. അത് നമ്മൾ റൂൾ 3 അവിടെ ഒരു ക്ലോസ് 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തതാണ്. അതുകൂടാതെ സിയുടെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ നമ്മൾ വിശദമായ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് 31/10/56 വരെ തിരുവിതാംകൂറും കൊച്ചിയിലും ഒക്കെ ജോലി ചെയ്യുന്ന ഓഫീസേഴ്സ്, അവർ സംസ്ഥാന സർവീസ് തുടർന്നവർ, അവർക്ക് 2 പാർട്ടുകൾക്ക്, അതായത് പാർട്ട് 1-നും 3-നും ഓപ്ഷൻ ഫെസിലിറ്റി കൊടുത്തു. അങ്ങനെ അവർക്ക് KSR ബാധകമല്ലത്. പക്ഷേ പാർട്ട് 2 ആപ്ലിക്കബിൾ ആണ്. എന്നാൽ PSC മറ്റും ചോദ്യാർത്ഥികളൊക്കെ അത് ഇവർക്ക് KSR ഓപ്റ്റ് ചെയ്യാത്തവർക്ക് KSR ബാധകമല്ല എന്നുള്ള സെൻസിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഡി ആണ് ശരി ഉത്തരം. എന്നാൽ അവർക്ക് ടിയർ റൂൾസ് ആപ്ലിക്കബിൾ ആണ്. അതായത് KSR ഓപ്റ്റ് ചെയ്തവരും ചെയ്യാത്തവരും ഉണ്ട്. റിക്കോർഡ് ക്ലാസ്സിൽ കേട്ടില്ലാത്തവർ 25ാമത്തെ ചോദ്യം. ദ പാർട്ട് 2 കേരള സർവീസ് റൂൾസ്, ദാറ്റ് ഈസ് ടിയർ റൂൾസ്, പാർട്ട് 2-ലെ യാത്രപ്പടി ചട്ടങ്ങൾ ആർ ആപ്ലിക്കബിൾ ടു ഹൂം എമംഗ് ദ ഫോളോയിങ്. താഴെ പറയുന്ന ആർക്കാണ് ടിയർ റൂൾസ് ബാധകം? പാർട്ട് 2-ലെ എ ദോസ് അപ്പോയിന്റഡ് ബൈ സ്പെഷ്യൽ പ്രൊവിഷൻ ഓർ എഗ്രിമെന്റ്, സ്പെഷ്യൽ പ്രൊവിഷൻ അല്ലെങ്കിൽ എഗ്രിമെന്റ് പ്രകാരം നിയമിക്കപ്പെട്ടവർ. ബി വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാഫ്. സി കണ്ടിൻജന്റ് സ്റ്റാഫ്. ഡി ഓഫീസേഴ്സ് ഹു ആർ ഇൻ സർവീസ് ഓഫ് TC ഓൺ 31/10/56. തിരുവിതാംകൂർ കൊച്ചിയിൽ 31/10/56 ജോലി ചെയ്തിരുന്നവർ, ഉദ്യോഗസ്ഥന്മാർ. കണ്ടിന്യൂഡ് ബി ഇൻ ദ സർവീസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് നോട്ട് ഓപ്റ്റഡ് ടു KSR ഓപ്റ്റ് ചെയ്യാത്തവർ. ഇതിലാർക്കാണ് ടിയർ റൂൾസ് ആപ്ലിക്കബിൾ? അതായത് എ ശരി ഉത്തരമല്ല. ചോദ്യം എന്താണ്? ടിയർ റൂൾസ് ആർക്കാണ് ബാധകം എന്നാണ് ചോദിച്ചേക്കുന്നത്. സ്പെഷ്യൽ പ്രൊവിഷൻസ് പ്രകാരം നിയമിക്കപ്പെട്ടവർക്ക് ബാധകമാണോ? അല്ല. വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാഫിന്, കണ്ടിയൻ സ്റ്റാഫിന്, അവർക്ക് ഒരു റൂളും ബാധകമല്ല, 3 വിഭാഗ ഉദ്യോഗസ്ഥന്മാർക്കും. ചോദ്യം യാത്രപ്പടിച്ചട്ടങ്ങൾ ആർക്കാണ് ബാധകം? ഈ 3 വിഭാഗ ഉദ്യോഗസ്ഥന്മാർക്ക് യാത്രപ്പടിച്ചട്ടങ്ങൾ ബാധകമല്ല. അത് മാത്രമല്ല മറ്റു പാർട്ടുകളും ബാധകമല്ല. എന്നാൽ ഡി എടുത്തു നോക്ക്. ഡിയുടെ പ്രത്യേകത എന്താണ്? പഴയ തിരുവിതാംകൂർ കൊച്ചിൻ ജീവനക്കാർ, സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസ് തുടർന്നവർ, KSR ഓപ്റ്റ് ചെയ്യാത്തവർ, അവർക്ക് ടിയർ റൂൾസ് ബാധകമാണ്. കാരണം ടിയർ റൂൾസിന് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ബട്ട് ഡി ആണ് ശരി ഉത്തരം. അതായത് KSR ഓപ്റ്റ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ടിയർ റൂൾസ് മേഡ് ആപ്ലിക്കബിൾ. വിത്ത് റിഗാർഡ് ടു ടിയർ റൂൾസ് ദർ വാസ് നോ ഓപ്ഷൻ ഫെസിലിറ്റി. അല്ലേ? യാത്രപ്പടിയെ സംബന്ധിച്ചിട്ട് ഓപ്ഷൻ കൊടുത്തിരുന്നില്ല. റൈറ്റ്? ഇറ്റ് ഈസ്, ഐ തിങ്ക് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ, ദ റൂൾസ് ഇൻ പാർട്ട് 2 ടിയർ റൂൾസ്, ട്രാവലിംഗ് അലവൻസ് റൂൾസ് റിലേറ്റിംഗ് ടു ട്രാവലിംഗ് അലവൻസ് ഷാൽ അപ്ലൈ ടു. താഴെ പറയുന്ന ആർക്കാണ് പാർട്ട് 2-ലെ യാത്രപ്പടിച്ചട്ടങ്ങൾ? വീണ്ടും അതേ ചോദ്യമാണ്. പാർട്ട് 2-ലെ യാത്രപ്പടിച്ചട്ടങ്ങൾ ആർക്കാണ് ആപ്ലിക്കബിൾ? ടിയർ റൂൾസ്. എ ദ പേഴ്സൺസ് അപ്പോയിന്റഡ് into the service of the government temporarily under rule 9 of part 2 of KS and SSR. KS and SSR-ലെ പാർട്ട് 2-ലെ റൂൾ 50 പ്രകാരം താൽക്കാലികമായി നിയമിക്കപ്പെട്ടവർ. ബി those in the service, officers in service on 31/10/56 TC Madras and continued it in the government service of Kerala and opted to KSR and not opted to KSR. KSR ഓപ്റ്റ് ചെയ്തവർക്കും ചെയ്യാത്തവരും 31/10/56 വരെ തിരുവിതാംകൂർ കൊച്ചിൻ അല്ലെ മദ്രാസ് സർവീസിൽ ജോലി ചെയ്ത് സംസ്ഥാന 1/12/56 മുതൽ സംസ്ഥാന സർവീസ് തുടർന്നവർ, KSR സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരും. അതാണ് ബി ചോയ്സ്. സി IAS IPS IFS ഓഫീസേഴ്സ്, ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ്. ഡി ബോത്ത് എ ആൻഡ് ബി അബോവ്. മുകളിൽ പറഞ്ഞ എയും ബിയും. ഇതിലേതാണ് ശരി ഉത്തരം? ആർക്ക് പറയാം? ഇതിലേതാണ് ശരി ഉത്തരം? ഇതിൽ താഴെ പറഞ്ഞ ആർക്കാണ് യാത്രപ്പടി ചട്ടങ്ങൾ ബാധകം? യെസ്, കമോൺ സേ, പറഞ്ഞോളൂ. ആർക്കാണ് യാത്രപ്പടി ചട്ടങ്ങൾ ബാധകം? റൂൾസ് ആപ്ലിക്കബിൾ ആർക്കാണ്? ഹലോ മാഡം, യു ആർ റൈറ്റ്. കമോൺ സേ ഹലോ. ബി റൈറ്റ്. ബി ശരി ഉത്തരമാണ്. റൈറ്റ്. ഇനി ആർക്കെങ്കിലും വേറെ ഉത്തരം, വേറെ ഏതെങ്കിലും ചോയ്സ് ഉണ്ടോ? ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഐ അഗ്രി വിത്ത് യു. നെക്സ്റ്റ് വൺ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബി അല്ല ചോദ്യത്തിന്റെ ഉത്തരം. ട്രൂ ഇറ്റ് ഈസ്, ദാറ്റ് ഈസ്. അതായത് ടീച്ചർ മാഡം പറഞ്ഞത് ശരിയാണ്. 31/10/56 വരെ തിരുവിതാംകൂറും കൊച്ചിയിലും ഒക്കെ സർവീസ് ചെയ്ത് തുറന്നവര്, അവർക്ക്
ടി എ റൂൾസ് ഓപ്റ്റ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ടി എ റൂൾസ് ആപ്ലിക്കബിൾ ആണ്. ശരി ഉത്തരമാണത്. പക്ഷെ പിന്നെ ശരി ഉത്തരം അവിടെ കിടപ്പുണ്ട്. ആ എ എടുത്തൊന്ന് വായിച്ചു നോക്കൂ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എയിൽ പറഞ്ഞിരിക്കുന്നത് എവിടെ പറഞ്ഞേക്കുന്നത്? ടെക്സ്റ്റിൽ പേജ് നമ്പർ 3 എടുക്ക്. അവിടെ ഏറ്റവും മുകളിൽ റൂളിംഗ് കണ്ടില്ലേ? റൂളിംഗ് ബിലോ റൂൾ 2. റൂൾ 2 താഴെയുള്ള റൂളിംഗിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പേജ് നമ്പർ 3 വായിച്ചു നോക്ക്. ദ റൂൾസ് ഇൻ പാർട്ട് 2 Kerala service rules relating to traveling allowances shall apply to the persons appointed to the service of the government temporarily under Rule 9 of Part 2 of Case and SSR. അല്ലേ? കേസ് ആൻഡ് എസ്എസ്ആറിലെ പാർട്ട് 2 റൂൾ 9 പ്രകാരം താൽക്കാലികമായി നിയമിക്കപ്പെടുന്നവർക്ക് ടി എ റൂൾസ് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ എയും ശരി ഉത്തരമാണ്, ബിയും ശരി ഉത്തരമാണ്. ഇപ്പൊ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ദാറ്റ് ഈസ് ഡി, ബോത്ത് എ ആൻഡ് ബി അബോവ്. ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സിന് ബാധകമല്ല. ശരിയല്ലേ? അപ്പൊ ഇതാണ് പാർട്ട് 1 ചാപ്റ്റർ 1 പ്രീവിയസ് ചോദ്യങ്ങൾ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് സംബന്ധമായിട്ടോ ഡൗട്ട്സ് ഉണ്ടോ ചോദിച്ചോളൂ. ഈ ചാപ്റ്ററിൽ ഏതെങ്കിലും ചോദ്യം ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ. ഹലോ, ഓഡിയോ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹലോ ഹലോ സാർ, ഹലോ, ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഹലോ സാർ, ഹലോ മാഡം, ചോദിച്ചോളൂ. യെസ്, ആർക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലേ? എന്ത് പറ്റി? ആർക്ക് സംശയമില്ലേ? ഹലോ സർ, ക്ലിയർ ആണ്, സംശയങ്ങളില്ല. ക്ലിയർ ആണ് മാഡം? ഒരു സെക്കൻഡ് ആണല്ലേ? ഓക്കെ, യെസ് യെസ്. ഇനി വേറെ ആർക്കും സംശയം ഉണ്ടോ? ഹലോ, വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇന്നത്തെ ഡിസ്കഷനിൽ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല 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 സാറേ, ക്ലിയർ ആയി. ക്ലാസ്സുകളെല്ലാം മാഡം കേട്ടിരുന്നോ? ടെക്സ്റ്റൽ ക്ലാസ്സുകളെല്ലാം കേട്ടിരുന്നോ? ലൈവ് ക്ലാസ്സിൽ കയറിയിരുന്നു, പിന്നീട് കേൾക്കാൻ പറ്റിയില്ലല്ലോ. അത് മതി. ഓൺലി വൺസ് ദാറ്റ് വിൽ ഡു. നെവർ റിപ്പീറ്റ്. കേട്ടാ? ടെസ്റ്റ് ക്ലാസ്സുകളൊന്നും ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ചാപ്റ്ററിലൊന്നും ഒരു പ്രാവശ്യം മാത്രമേ കേൾക്കാവുള്ളൂ. കാര്യം ഇറ്റ് ഈസ് ടു ലെങ്തി ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ടു മച്ച് ടൈം. യു ഡി നോട്ട് വേസ്റ്റ് യുവർ ടൈം റിപ്പീറ്റിംഗ്. ഓക്കെ, ഒരു കാരണവശാലും കേൾക്കരുത് കേട്ടാ. നമ്മൾ ഈ ടെക്സ്റ്റൽ ക്ലാസ്സുകൾ ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി. ആ സമയം കൊണ്ട് പിന്നെ ചെയ്യേണ്ടത് എന്താണ്? പ്രീവിയസ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതാ ചെയ്യേണ്ടത് കേട്ടാ. പ്രീവിയസ് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നത് നല്ലതാണ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു അലോട്ട്. ഇപ്പൊ ടെക്സ്റ്റൽ ക്ലാസ്സുകൾ, ഉദാഹരണം ഫിനാൻഷ്യൽ കോഡ് അല്ലെ ബഡ്ജറ്റ് മാനുവലൊക്കെ ടെക്സ്റ്റൽ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് മൊത്തം കവർ പോകുന്നത്. അപ്പൊ ടെക്സ്റ്റ് ക്ലാസ്സുകൾ കുറച്ച് ലെങ്ത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ടെക്സ്റ്റ് ക്ലാസ്സുകൾ കേട്ടിട്ട് സമയം ഒരിക്കലും കളയരുത് കേട്ടോ, ആരും തന്നെ. ഒറ്റ പ്രാവശ്യം കേൾക്കുക. ഇരുന്ന് കേൾക്കാൻ പറ്റാത്തവർ ഞാൻ പറഞ്ഞല്ലോ, ഓഡിയോ വെറുതെ ഒന്ന് ഇട്ട് കേൾക്കുക, വീഡിയോ ഓൺ ചെയ്തിരിക്കുക. നമ്മുടെ മൊബൈൽ ആപ്പിൽ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ആപ്പിൽ ക്ലാസ് എടുക്കുമ്പോൾ, എനിക്കൊന്ന് കുറച്ച് പേർക്ക് ആപ്പ് കിട്ടാനുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കോഴ്സ് എടുക്കുമ്പോൾ അവിടെ ഡൗൺലോഡ് ഫെസിലിറ്റി ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും കാണാം, അല്ലെങ്കിലും കാണാം. പക്ഷെ ഡൗൺലോഡ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റിന്റെ എക്സ്പെൻസ് വരത്തില്ല. ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. പക്ഷെ നിങ്ങളുടെ അവരവരുടെ ഫോണിന്റെ മെമ്മറിയിലേക്കോ സ്റ്റോറേജിലേക്കോ അല്ല ഡൗൺലോഡ് ആകുന്നത്. അത് നമ്മുടെ ആപ്പിന്റെ തന്നെ സ്റ്റോറേജിലാണ് ഡൗൺലോഡ് ആയി കിടക്കുന്നത്. പക്ഷെ അത് ഇന്റർനെറ്റ് ഇല്ലാതെ കാണാം. അങ്ങനെ ഫെസിലിറ്റി ആപ്പിലുണ്ട് കേട്ടോ. യെസ്, എല്ലാ ക്ലാസ്സുകളും ആപ്പിൽ തന്നെ കിട്ടും. സർ നമസ്കാരം. നമസ്കാരം സർ. പേര് അധ്യാപകനാണ്, എന്നാലും ഒരു മണ്ണ ചോദ്യം ചോദിച്ചേക്കാം. അപ്പം എല്ലാവർക്കും ബാധകമാണ്. തമാശക്ക് വേണ്ടി ക്ലാസ്സിൽ അങ്ങനെ വേണമല്ലോ, അധ്യാപകനും കൂടെ. റൂൾസ് എല്ലാവർക്കും ബാധകമാണ്. അവർക്ക് പൈസ വേണം, ടി എ കിട്ടണം. അതാണല്ലോ സംഭവം. അതെ, മറ്റവർ എന്തൊക്കെ ഓപ്റ്റ് ചെയ്താലും ടി എ റൂൾസിന് മാറ്റമില്ല. ടി എ റൂൾസ് ടി എ കൊടുക്കാം.